ഈ വയനാട് മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ ദുഃഖമുണ്ടാക്കിയൊരു സംഭവമാണത്. വയനാട്ടിലെ കോൺഗ്രസ്സുകാരെങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളത് അറിയില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് ഈ കുറ്റം ചെയ്തവർക്ക് അനുകൂലമായ നിലപാടാണ്. NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വച്ചിട്ടുള്ള കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വിവരങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും അവരിടപെട്ട് പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഈ പ്രശ്നങ്ങളിലാകെ പരിഹാരമുണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി എന്ത് സാമ്പത്തിക പ്രശ്നത്തിൽ പരിഹാരമുണ്ടായിക്കഴിഞ്ഞാലും NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി പ്രവർത്തിച്ചവർ വയനാട്ടിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ്. അവരുടെ എന്ത് നിലപാടാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതൃത്വം സ്വീകരിക്കുന്നത്? ഇതാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും മനുഷ്യസ്നേഹികളും പരിശോധിക്കേണ്ടത്. CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കുറ്റവാളികൾക്കെതിരെ കർശന നിലപാട് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിലപാടാണ്. മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണം. അതിൽ വയനാട്ടിലുള്ള MLA, DCC പ്രസിഡന്റ് ഇവർക്കെല്ലാം ബന്ധമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാനാണ്. NM വിജയന് അന്തവും കുന്തവുമില്ല എന്നൊരു പരാമർശം ഒരു രാഷ്ട്രീയ നേതാവ് നടത്തുന്നതിന് കുറച്ച് തൊലിക്കെട്ടി വേണം. എത്ര വേദനയുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് നടത്തുന്നത്. ആ കുടുംബം എങ്ങനെ ഇവരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? അപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഒരു രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ആർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഈ പ്രശ്നത്തിൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. MLA രാജി ആവശ്യപ്പെട്ട് വയനാട് പ്രക്ഷോഭം നടക്കണം. അത് വയനാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ഇതൊന്നും ബാധകമല്ല. അതാണ് ഒരു വല്ലാത്തൊരു ഒരു 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 അവസ്ഥ. കോൺഗ്രസിന് നേതൃത്വത്തിന് ഈ ചിന്തയുണ്ടാവില്ല. പക്ഷേ അണികൾക്കൊരു ചിന്ത വേണ്ടേ? നേതൃത്വത്തെ കൊണ്ട് നിലപാടുകൾ എടുപ്പിക്കാൻ അത് വയനാട് സാധിക്കുന്നുണ്ടോ? ഈ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കുടുംബത്തിന് കുടുംബം യോജിച്ചാലുമില്ലെങ്കിലും ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമങ്ങളും അന്വേഷണ നടപടികൾ സ്വീകരിക്കാൻ, നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാകുന്ന എല്ലാ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. ഈ പെരിയാർ കേസിലെ പ്രതികളെ നേതാക്കൾ സന്ദർശിക്കുന്നുണ്ട്. അതൊരു തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് നൽകുന്നത്? എന്താ സന്ദേശം? തെറ്റായ സന്ദേശം എന്താ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളാണ്. സ്വാഭാവികമായിട്ടും അവരെ കാണുന്നത് ഒരു തെറ്റായ സന്ദേശം. അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുമോ? ഒന്ന് പെരിയ കൊലക്കേസ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ചിലർ കൊലക്കുറ്റത്തിൽ പെട്ടു. അതിനനുസൃതമായ നിലപാടുകളും സമീപനങ്ങളും നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് CPI. ഈ കേസിൻ്റെ മറവിൽ കേരളത്തിലെ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, ഞാൻ ആദ്യം എന്നോട് പ്രതികരണം ചോദിച്ച സമയത്ത് ഞാൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ നടപടിയായിരുന്നു ശരി, അന്വേഷണമായിരുന്നു ശരി. പിന്നീട് കേസ് CBIക്ക് കൈമാറി. CBIക്ക് കൈമാറിയതിന് ശേഷം അതിൽപ്പെട്ടിട്ടുള്ള 14 പേരിൽ 10 ആളെയും വെറുതെ വിട്ടു. 4 ആളെ ശിക്ഷിച്ചു. ആ 4 ആൾ ജാമ്യത്തിലിറങ്ങി വരാൻ അവസരമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് അവരെ 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം എടുത്തിരിക്കുന്ന ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഉറച്ച നിലപാടെടുത്തു. കേസിൻ്റെ നാനാവശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഈ 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി അവർക്ക് ജാമ്യം നൽകാൻ തീരുമാനിച്ചു.
അപ്പോൾ കോടതിയുടെ നിലപാട് കോടതി തന്നെ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ശരിയായി അതുകൊണ്ടാണത് അത്തരം ഒരു കേസിൻ്റെ വിധി വന്ന സമയത്ത് CPM ഈ കാര്യത്തിൽ ആരെയെങ്കിലും കൊലപ്പെടുത്തുന്നതിനോ ഗൂഢാലോചന നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ കേസിൻ്റെ വിധിയോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അത് കൂടുതൽ ബലപ്പെടുകയാണ് ഹൈക്കോടതി ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ നടപടിയിലൂടെ നിയമ നടപടികൾ അവസാനിക്കുന്നില്ല. നിയമത്തിന് മുമ്പിൽ ഏതറ്റം വരെയും ഈ നിരപരാധികളുടെ നിലപാട് ബോധ്യപ്പെടുത്തുന്നതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അതിനനുസൃതമായ നിലപാടാണ് കാസർഗോഡ് CPI നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇപ്പോഴും വ്യക്തമാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എന്താണ് തെറ്റായ സന്ദേശം എന്നുള്ളത് ഞാൻ ചോദിക്കാനുള്ളത്. ഏത് ആര്? അത് അവരായി നിലപാടല്ലേ. അവരുടെ നിലപാട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് ഇപ്പം ഇതിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. ഇതിൽ നിരപരാധികളെ കേസിൽപ്പെടുത്തി രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി നിലപാടെടുത്തപ്പോഴാണ് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതതിൻ്റെ പ്രശ്നമുള്ളൂ ഉണ്ടല്ലോ. CBI അത്തരമൊരു നിലപാടിലേക്ക് വന്നത് രാഷ്ട്രീയമായ പ്രേരണയുടെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ ഈ നിലപാടിലേക്ക് എത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ കോടതി ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ എല്ലാവരെയും കോടതിക്ക് ശിക്ഷിക്കുമായിരുന്നല്ലോ. പല പത്രങ്ങളും എനിക്കൊന്ന് കേരള കൗമുദി മാത്രമാണെന്ന് തോന്നുന്നു വളരെ വിശദമായിട്ട് എഴുതി ഇതിൻ്റെ ശിക്ഷേൻ്റെ സാധ്യത എത്രത്തുണ്ടെന്നുണ്ട്. അപ്പോൾ 2 കൊല്ലം വരെ ശിക്ഷിക്കാൻ കഴിയുന്നതാണ് 5 കൊല്ലം എന്നുള്ളത് ഇപ്പോൾ വെച്ചത് വിധി വന്നത്. അപ്പോൾ കോടതിക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് അവസാന വിധിയല്ല. ഇനിയും നിലപാടുകൾ പരിശോധിച്ച് കോടതി സ്വീകരിക്കേണ്ടതാണ്. അതിന് കോടതിയുടെ പരിശോധനയ്ക്ക് സഹായകരമാണ് ഇപ്പോൾ തന്നെ കോടതി എടുത്തിട്ടുള്ള നിലപാട്. ഇപ്പോൾ അവസാനം കോടതി എടുത്തുള്ള നിലപാട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ല, കോടതി വിധിയെ ഞാൻ പറഞ്ഞത്. കോടതി വിധി തെറ്റായ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വരാലോ. അത് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെയാണ് രാഷ്ട്രീയമായ നിലപാടിൻ്റെ പ്രശ്നം അവിടെയാണ് വരുന്നത്. CPM ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി സ്വീകരിച്ച ഒരു സമീപനമല്ല അത്. അല്ല, ഗൂഢാലോചന കുറ്റത്തിനാണല്ലോ ഇവരെ ശിക്ഷിച്ചത്. അല്ല, അതായിക്കോട്ടെ, അത് ഇതിനകത്തിൻ്റെ ഒരു ഭാഗമാണത്. ഇതിൻ്റെ ഒരു പാർട്ടാണത്. തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇതിനകത്ത് പങ്കാളിത്തമാണല്ലോ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു അവസാന നിലയിലേക്ക് എത്താനായിട്ടില്ല. കോടതിയുടെ എല്ലാ പരിശോധനയും വരട്ടെ, എന്നിട്ട് നമുക്കൊരു അവസാന നിഗമനത്തിലേക്ക് എത്താം. ഓക്കെ.